നമ്മുടെ സ്വന്തം വീടിന്റെ ജനൽപ്പാളിയിലൂടെ നമ്മൾ എപ്പോഴെങ്കിലും ഒളിച്ചു നോക്കിയിട്ടുണ്ടോ? അങ്ങനെ ഒളിച്ചു നോക്കുന്ന സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ടവർ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഒരു രംഗമാണ് നമുക്ക് നേരിൽ കാണേണ്ടി വരുന്നത്. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ എന്തായിരിക്കും നമ്മുടെ മാനസികാവസ്ഥ? എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരു മനുഷ്യന്റെ സമനില തെറ്റാൻ ഇതിൽ കൂടുതൽ മറ്റെന്ത് വേണമല്ലേ? ഇതൊരു സിനിമാ കഥയല്ല. 2010 കാലഘട്ടത്തിൽ പുത്തൂര് എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഒരു യഥാർത്ഥ സംഭവമാണിത്. 2010 മാർച്ച് 23 പാലക്കാട് ജില്ലയിലെ പുത്തൂര് എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഈ സംഭവം ഒരു സിനിമാ കഥകളെക്കാളും വെല്ലുന്ന രീതിയിൽ വളരെ ഡ്രാമാറ്റിക് ആയിട്ട് നടന്നുള്ള ഒരു വലിയ ക്രൈം സ്റ്റോറിയാണ്. ഒരു സാധാരണ മോഷണ ശ്രമം എന്ന രീതിയിൽ തുടങ്ങിയ ഈ കൊലപാതകത്തിന് അന്വേഷണം ചെന്നെത്തിയത് കേരള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരെ വരെ ജനലഴിക്കുള്ളിലാക്കുന്ന തരത്തിലുള്ള വലിയ അന്വേഷണ കഥകളിലേക്കാണ്, പരമ്പരകളിലേക്കാണ്. ആർക്കും പിടികൊടുക്കാത്ത ഡാർക്ക് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. കൃത്യം 1:30 മണി പാലക്കാട് ജില്ലയിലെ പുത്തൂരിലെ സായുജ്യം എന്ന വീട്ടിലാണ് ഈ കഥ നടക്കുന്നത്. അവിടെ ജയകൃഷ്ണനും ഭാര്യ ഷീലയും, സാമ്പത്തികമായി നല്ല അച്ചടക്കം കീപ്പ് ചെയ്യുന്ന നല്ല സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബം. അവർക്ക് 2 പെൺമക്കളായിരുന്നു. ഒരാള് കല്യാണം കഴിഞ്ഞ് ഗൾഫിലേക്ക് പോയി, രണ്ടാമത്തെ ആള് കോയമ്പത്തൂരിലൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുകയാണ്. ജയകൃഷ്ണന് പാലക്കാട് ടൗണിൽ തന്നെ 2 കടകളുണ്ടായിരുന്നു. ഒന്ന് ഒരു ടയർ കടയും മറ്റേത് ഒരു മൊബൈൽ ഷോപ്പുമായിരുന്നു. ടയർ ബിസിനസ് നല്ല രീതിയിൽ ജയകൃഷ്ണൻ നടത്തി പോകുമ്പോൾ ഭാര്യ ഷീല അയാളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മൊബൈൽ ഷോപ്പിന്റെ കാര്യങ്ങൾ വളരെ ഭംഗിയായി വൃത്തിയോടുകൂടി ചെയ്തു പോന്നു. ഇവരുടെ ജീവിത ശൈലിക്ക് ഒരു കൃത്യമായ ടൈം ടേബിൾ ഉണ്ടായിരുന്നു. കൃത്യം രാവിലെ 8:30 ജയകൃഷ്ണൻ ടയർ കടയിലേക്ക് പോകുന്നു. ഷീല അത് കഴിഞ്ഞ് 9:30 മൊബൈൽ ഷോപ്പിലേക്കും പോകുന്നു. ഇവർ 2 പേരും പോയി കഴിഞ്ഞാൽ വീട്ടില് വർഷങ്ങളായി ജോലിക്ക് വന്നിരുന്ന ഒരു ജോലിക്കാരി ഉണ്ടായിരുന്നു. ഇവർക്ക് വേണ്ടി ഭക്ഷണങ്ങളൊക്കെ ഒരുക്കി അവർ കാത്തിരിക്കും. ഏകദേശം ഉച്ചയ്ക്ക് 1:30 ജയകൃഷ്ണനും ഷീലയും ഒരുമിച്ച് വീട്ടിൽ വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, തിരിച്ചു വീണ്ടും ജോലിക്കായിട്ട് പോകുന്നു. എന്നും കൃത്യം 1:30 മണിക്ക് അവിടെ നടക്കാറുള്ള സന്തോഷകരമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കോയമ്പത്തൂരിലെ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന തങ്ങളുടെ മകൾ കൃത്യം 1:30 മണിയാകുമ്പോൾ ആ വീട്ടിലേക്ക് വിളിക്കും. ആ സമയത്ത് കറക്റ്റായിട്ട് വിളിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, അച്ഛനും അമ്മയും ഭക്ഷണം കഴിക്കാൻ വരുന്ന സമയം കൃത്യം 1:30 മണിയാണെന്നുള്ള കൃത്യമായ ധാരണ അവയ്ക്കുണ്ടായിരുന്നു. അങ്ങനെ 1:30 മണിക്ക് വിളിച്ചതിന് ശേഷം അവർ പരസ്പരം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അതിനുശേഷം സന്തോഷകരമായി ഭക്ഷണം കഴിക്കുന്നു. പിന്നീട് ജയകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ജോലിക്കും ഷീലയാണെങ്കിൽ അവരുടെ ജോലിക്കും പോകുന്നു. അങ്ങനെ കൃത്യമായി അച്ചടക്കത്തോടുകൂടി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടന്നു വരുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു ടൈം ടേബിൾ ചര്യ തന്നെയാണ് ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിനയായി മാറാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന സ്റ്റോറിയിലൂടെ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. 2010 മാർച്ച് 23 എന്തെയും പോലെ അന്നും കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. കൃത്യം 1:30 മണിയായപ്പോൾ ഷീലയുടെ ഫോണിലേക്ക് സ്ഥിരമായി മകളുടെ കോള് വരാറുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അന്നും കൃത്യമായി മകളുടെ ഫോൺ വന്നു. എന്നും ഒറ്റ റിങ്ങിൽ ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന അമ്മ ഇന്ന് കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരുന്നിട്ടും ഫോൺ എടുത്തില്ല. എന്തായിരിക്കും കാരണം? കൃത്യം അതേ സമയത്ത് തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജയകൃഷ്ണനും ആ വീട്ടിലേക്ക് വന്നിരുന്നു. ജയകൃഷ്ണൻ വീട്ടിലേക്ക് വന്നു. മുൻവാതിലിലൂടെ വീടിനകത്തേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു പന്തികേട് തോന്നി. അദ്ദേഹം നോക്കുന്ന സമയത്ത് മുൻവാതിൽ ഉള്ളിൽ നിന്ന് പൂട്ടിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കോളിംഗ് ബെൽ അടിച്ചു നോക്കി, പക്ഷേ യാതൊരു അനക്കവുമില്ല. ഇനി ഷീല എങ്ങാനും ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ടാവില്ലേ? അദ്ദേഹത്തിന് ഒരു സമയത്തേക്ക് ഒരു ചെറിയ സംശയം തോന്നി. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ? ഷീല വന്നിട്ടുണ്ടോ, ഇനിയിപ്പോൾ വേറെ വല്ല കുഴപ്പമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വീടിന് ചുറ്റും ഒരു റൗണ്ട് കറങ്ങി നോക്കി. നേരെ ഡൈനിങ് ടേബിൾ ഇരിക്കുന്ന ജനലിൻ്റെ ആ ഭാഗത്ത് നോക്കി. ഡൈനിങ് ടേബിളിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ അദ്ദേഹം ഒന്ന് നോക്കുകയാണ്. ഡൈനിങ് ടേബിളിന്റെ ഭാഗത്തേക്ക് നോക്കി അദ്ദേഹത്തിന്റെ തലയിലൂടെ പെട്ടെന്ന് ഒരു മിന്നൽ പിണർ പോലെ ഒരു സാധനം ഇങ്ങനെ കടന്നുപോയി. കാരണം അദ്ദേഹം ആ ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് ഡൈനിങ് ടേബിൾ ഇങ്ങനെ ചോരക്കളമായിട്ട് കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രായമായ അമ്മ തലകടിയേറ്റ് ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ഷീലയാണെങ്കിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ ചോര വാർന്നൊലിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് കിടക്കുന്നു. അദ്ദേഹം എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു സമയം ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. നിലവിളിച്ചുകൊണ്ട് നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ കൂട്ടി വാതിലിനകത്തേക്ക് തല്ലിപ്പൊളിച്ച് കയറിയ ജയകൃഷ്ണൻ കണ്ട കാഴ്ച തലച്ചോറിനെ മരവിപ്പിക്കുന്നതായിരുന്നു. ഷീലയുടെ കഴുത്തും ഇടത് കൈയും മുടിയും ചേർത്ത്
തോർത്തുകൊണ്ട് ഇങ്ങനെ വരിഞ്ഞ് കെട്ടിയിരിക്കുകയാണ്. കഴുത്തിൽ മൂർച്ചയേറിയ ആയുധങ്ങൾ കൊണ്ട് ഒന്നിലധികം തവണ വെട്ടിയിട്ടുണ്ട്. കാതിലെ കമ്മലാണെങ്കിൽ മാംസം ഉൾപ്പെടെ പറിച്ചെടുത്തിരിക്കുകയാണ്. മറ്റു സ്വർണ്ണാഭരണങ്ങളും അവിടെ നിന്ന് മോഷണം പോയിട്ടുണ്ട്. ഉടൻ തന്നെ ഷീലയുടെ അമ്മയായ കാർത്യാനി അമ്മയെ കോയമ്പത്തൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റി. മാത്രമല്ല, പാലക്കാടിനെ ഞെട്ടിച്ച ഈ ഒരു ക്രൂര കൊലപാതകത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കിക്കൊണ്ട് IG ഉൾപ്പെടെയുള്ള മുഴുവൻ പോലീസ് സന്നാഹങ്ങളും സ്ഥലത്തെത്തി. പട്ടാപ്പകൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഈ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഇത്തരം ഒരു ക്രൂര കൊലപാതകം നടന്നത് വെറും ഒരു മോഷണ ശ്രമം മാത്രമായിരിക്കുമോ, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും വൈരാഗ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? പോലീസ് നായ മണപ്പിച്ചുകൊണ്ട് വീടിന് ചുറ്റും പാഞ്ഞു. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ചിന്തിപ്പിച്ചത് മറ്റൊരു കാര്യമായിരുന്നു. ഈ വീട്ടിൽ നടക്കുന്ന ദൈനംദിന ചര്യകൾ കറക്റ്റായിട്ട് അറിയാവുന്ന ആരോ ഒരാളാണ് ഇത് ചെയ്തിരിക്കുന്നത്. കാരണം ഷീല കൃത്യം എത്ര മണിക്ക് വീട്ടിൽ വരുമെന്നും ആ വീട്ടിൽ നടക്കുന്ന മറ്റുള്ള കാര്യങ്ങളും മനസ്സിലാക്കി കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് ആരോ ചെയ്തിരിക്കുന്ന ഒരു കൃത്യമാണിതെന്ന് അന്വേഷണ ടീമിന് കൃത്യമായിട്ട് മനസ്സിലായി. ആശുപത്രിയിൽ വെച്ച് ബോധം തെളിഞ്ഞ കാർത്യാനി അമ്മ നൽകിയ മൊഴിയായിരുന്നു ഈ കേസിൽ മറ്റൊരു വഴിത്തിരിവായി മാറിയത്. ആ കൃത്യം നടത്തിയത് കൃത്യം 3 പേരായിരുന്നു. ഈ 3 പേരിൽ ഒരാളെ കണ്ടാൽ തനിക്ക് തിരിച്ചറിയാൻ കഴിയുമെന്നും കാർത്യാനി അമ്മ തന്ന മൊഴിയിൽ പറയുന്നു. പോലീസിന്റെ അന്വേഷണം പിന്നീട് ഷീലയുടെ മൊബൈൽ ഷോപ്പിനെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. അവിടെ ജോലി ചെയ്തിരുന്ന പഴയ ഒരു ജീവനക്കാരനായ സമ്പത്ത് എന്ന പേരുള്ള ഒരു ക്യാരക്ടറിലേക്ക് അന്വേഷണം വഴിമാറുകയാണ്. ഈ സമ്പത്ത് കുറച്ചു കാലം മുൻപ് വരെ ഷീലയുടെ മൊബൈൽ ഷോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഇയാൾക്ക് ആ വീട്ടിൽ പോവാനും വരാനുമുള്ള സകല സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ആ കുടുംബത്തിന്റെ സകലമാന ലൈഫ് പാറ്റേണുകളും അതുപോലെ തന്നെ ഇവരുടെ ഈ ടൈം ടേബിൾ പരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഈ 1.5 മണിക്ക് വരുന്നു, തിരിച്ചു പോകുന്നു, അങ്ങനെയുള്ള സകലമാന കാര്യങ്ങളും കുടുംബത്തിന്റെ സകലമാന ദിനചര്യകളും സമ്പത്ത് എന്ന 26-കാരനെ കൃത്യമായിട്ട് അറിയാമായിരുന്നു. പിന്നീട് കടയിൽ നിന്നും ജോലി വിട്ടുപോയ സമ്പത്ത് കനകരാജ്, മണികണ്ഠൻ എന്ന് പറയുന്ന 2 സുഹൃത്തുക്കളെയും കൂടെ കൂട്ടി പ്ലാൻ ചെയ്ത ഒരു വൻ കവർച്ച പദ്ധതിയായിരുന്നു ഈ മോഷണ ശ്രമം എന്ന് പറയുന്നത്. മാർച്ച് 28-ന് കോയമ്പത്തൂരിൽ വെച്ച് സമ്പത്തിനെയും കൂട്ടാളികളെയും പോലീസ് വളരെ വിദഗ്ധമായിട്ട് അറസ്റ്റ് ചെയ്തു. ഇവരിൽ ഒരാളെ കണ്ടാൽ തിരിച്ചറിയാമെന്ന് പറഞ്ഞ കാർത്യാനി അമ്മ അതുപോലെ തന്നെ ഇവരിൽ ഒരാളെ കൃത്യമായി തിരിച്ചറിഞ്ഞു. കേസ് തെളിഞ്ഞു. പാലക്കാട് ജനത സമാശ്വാസപരമായി ഒന്ന് നേരാവണ്ണം ശ്വാസം വിട്ടു. പക്ഷേ യഥാർത്ഥ സിനിമാ കഥ ഇവിടെ തുടങ്ങാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പ്രതികളെ അറസ്റ്റ് ചെയ്തതിന് പിറ്റേ ദിവസം, അതായത് 2010 മാർച്ച് 29-ന് കേരളത്തിലെ പ്രമുഖ വാർത്താ ചാനലുകളിൽ ഒരു വാർത്ത വരികയാണ്. പുത്തൂർ ഷീല വധക്കേസിലെ 1ാം പ്രതി സമ്പത്ത് പോലീസ് കസ്റ്റഡിയിൽ മരിച്ച നിലയിൽ. നെഞ്ചുവേദന മൂലമായിരുന്നു മരണപ്പെട്ടത് എന്നായിരുന്നു പോലീസിന്റെ ആദ്യ ഭാഷം. എന്നാൽ ഫോറൻസിക് വിഭാഗവും മറ്റും കണ്ടെത്തിയത് അയാളുടെ ശരീരത്തിലെ ക്രൂരമായ തല്ലിച്ചതച്ചതിന്റെ പാടുകൾ അത് വെറുമൊരു സ്വാഭാവിക മരണമല്ല, അതൊരു നെഞ്ചുവേദന മരണമല്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു. കേസ് പിന്നീട് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. ഇത് വെറുമൊരു മരണമല്ല, പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി എന്നുള്ള രീതിയിലേക്ക് കഥകൾ മാറി. ഒടുവിൽ ഹൈക്കോടതി ഇടപെട്ട് ഈ കേസ് CBI കൊണ്ട് അന്വേഷിപ്പിക്കാൻ തീരുമാനിച്ചു. CBI ആദ്യം ചെയ്തത് ഈ ഷീല വധക്കേസ് അന്വേഷിച്ച അതേ പോലീസ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുക എന്നുള്ളതായിരുന്നു. മലമ്പുഴ ജലസേചന വകുപ്പിന്റെ ക്വാർട്ടേഴ്സിൽ വെച്ച് പ്രതി സമ്പത്തിനെ ക്രൂരമായി പീഡിപ്പിച്ചതിന്റെ കഥകൾ പോലീസുകാരെ കൊണ്ട് CBI പറയിപ്പിച്ചു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് വരെ പോലീസിലെ ഹീറോകളായിരുന്ന DYSP ഉൾപ്പെടെയുള്ള സകലമാന പോലീസുകാരെയും CBI അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. കേസ് അന്വേഷിക്കാൻ പോയ ഉദ്യോഗസ്ഥർ മറ്റു കേസിലെ പ്രതികളായി ചരിത്രത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായ കാഴ്ച. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഷീല വധക്കേസിലെ പ്രതികൾക്ക് വധശിക്ഷ നൽകിയെങ്കിലും ഹൈക്കോടതി പിന്നീട് അത് ജീവപര്യന്തമായി പരിഗണിച്ചു. സുഹൃത്തുക്കളെ, ഈ കേസ് നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ബിസിനസ് ഏതായാലും അവിടത്തേക്ക് നിയമിക്കുന്ന തൊഴിലാളികളുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷണം, അതായത് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവർക്ക് മുൻപ് കേസുകളുണ്ടോ, കേസുണ്ടെങ്കിൽ അത് തീർന്നതാണോ, അതല്ലെങ്കിൽ അവർ മറ്റേതെങ്കിലും തരത്തിൽ അപകടകാരികളാണോ എന്ന് തുടങ്ങി സകലമാന ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷനുകളും ഇന്നത്തെ കാലത്ത് ഒരാളെ ജോലിക്ക് നിർത്തുന്ന സമയത്ത് തീർച്ചയായും നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. മാത്രമല്ല, അവർ എത്ര തന്നെ നിങ്ങൾ ഫ്രീ ആണെങ്കിലും അവർക്ക് നിങ്ങളുടെ കുടുംബമായി കണക്റ്റ് ആവാനുള്ള, അതല്ലെങ്കിൽ നിങ്ങളുടെ ദിനചര്യകളുമായി കണക്റ്റ് ആവാനുള്ള ആക്സസ് മാക്സിമം കൊടുക്കാതിരിക്കുക. ഒരു പക്ഷേ നിങ്ങൾ വലിയൊരു ബിസിനസ്മാൻ ആയിരിക്കാം, പക്ഷേ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് നിങ്ങളല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക.
നിങ്ങളുടെ കൂടെ നടക്കുന്ന ആളുകൾക്ക്, നിങ്ങൾ നിയമിച്ച ആളുകൾക്ക് ഒരുപക്ഷെ നിങ്ങളോട് അസൂയ തോന്നാനും അവർക്ക് നിങ്ങളെ കൊലപ്പെടുത്തി അതല്ലെങ്കിൽ നിങ്ങളെ വകവരുത്തി നിങ്ങളുടെ സമ്പത്തുകൾ അവർക്ക് സ്വന്തമാക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്ത വരാനും ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഇത്തരം ആളുകൾക്ക് നമ്മൾ ഫ്രീഡം നൽകുന്നത് വളരെയധികം സൂക്ഷിച്ചു വേണം. ഇത് മറ്റൊന്നിനും വേണ്ടിയല്ല, നിങ്ങളുടെ സേഫ്റ്റിക്കും നിങ്ങളുടെ കുടുംബത്തിൻ്റെ സെക്യൂരിറ്റിക്കും വേണ്ടി മാത്രമാണ്. ഒരു പരിധിക്കപ്പുറമുള്ള സ്വാതന്ത്ര്യം ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതം തന്നെ ഇല്ലാതാക്കിയേക്കാം, നിങ്ങളുടെ കുടുംബവും ഇല്ലാതാക്കിയേക്കാം. ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.